ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു അലിഗേറ്റർ ക്ലിപ്പിലാണ് ചെയ്യാൻ പോണത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട്, കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. സിമ്പിൾ വർക്കാണ്. കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെറൈറ്റി ആണ്. ഞാൻ 4 കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെറിയ 3 ബീഡ്സ് പോലത്തെയാണ്. ബീഡ്സ് അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെയാണിത്. ഫസ്റ്റ് നമുക്ക് ഇവിടെ കുറച്ച് ഗ്ലൂ തേക്കാം. അപ്പം ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ബീഡ് ഇവിടെ വയ്ക്കും. അപ്പം ഞാൻ രണ്ടാമത്തെ ബീഡും വെച്ചു. നമുക്ക് ഒരു ബീഡ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് നേരത്തെ വെച്ച് നോക്കിയപ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ചെറിയ ബീഡ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഒട്ടിച്ചപ്പോൾ ഒരു ഗ്യാപ്പ് വരുന്നില്ല. അപ്പോൾ നമുക്കത് ഇച്ചിരി അകത്തേട്ട് എന്ത് കിട്ടുമ്പോഴും ഒന്ന് വെച്ച് നോക്കിയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എടുക്കുക. ഞാനിത് നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, ആ ഒരു സ്പേസിൽ നമുക്കത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ നടുക്ക് ആ ബീഡ് എടുത്ത് ചെറിയ ബീഡ് വെച്ച് കൊടുത്ത് അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് വേണ്ട, ഫുള്ളായിട്ട് ഇത് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരെണ്ണവേ ഞാൻ ചെയ്തോളൂ. ഈ ഒരു ബീഡ് ഞാൻ കടയിൽ ഇതുപോലെ പോയപ്പോൾ ഒരു ചെറിയ പീസ് എടുത്തതാണ്. എങ്ങനെയുണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു പീസ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഇത് ഗോൾഡൻ കളർ ആയതുകൊണ്ട് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഗോൾഡൻ കളർ തന്നെ ആയിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലിപ്പ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ബിസിനസ്സൊക്കെ ചെയ്യാൻ, അതായത് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഓരോ വീഡിയോസിലൊക്കെ ഇങ്ങനെ അതായത് 50 രൂപയൊക്കെ വാങ്ങിച്ചാൽ കുറച്ച് മെറ്റീരിയൽ എടുത്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ എങ്ങനെയാണ് ചേച്ചി ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ അവർക്കൊക്കെ അതായത് പുതിയ ക്രാഫ്റ്റ് വർക്കിലോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്കാണ് സ്റ്റാർട്ടിങ് വെക്കുന്നത്. അതായത് പെട്ടെന്ന് കയറിയിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ എടുത്തു കൂട്ടാതിരിക്കുക. അതുപോലെ തന്നെ പിന്നെ കുറച്ച് മെറ്റീരിയൽ 500 രൂപക്കൊക്കെ എടുത്ത് മാത്രം ചെയ്യുക. പിന്നെ പെട്ടെന്ന് നമ്മൾ ചെയ്ത് അപ്പോൾ കടയിലൊക്കെ കൊടുത്താലും ആൾക്കാർ ചിലപ്പം വാങ്ങിച്ചെന്നില്ല, ചിലപ്പോൾ നല്ല മാക്സിമം വാങ്ങത്തില്ല. കാരണം അവർ ഹോൾസെയിലായിട്ട് ഒരുപാട് വില കുറച്ചൊക്കെ ഒന്നിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒത്തിരി ലാഭത്തിന് അവരെടുത്തിട്ടായിരിക്കും അവർ അതിൽ ലാഭത്തിന് പുറത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഐറ്റംസ് വാങ്ങിച്ചിട്ട് നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ആ റേറ്റിലൊക്കെ വളരെ കുറച്ചായിരിക്കും അവർ റേറ്റ് പറയുക. അപ്പോൾ ആ റേറ്റിനൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ മെറ്റീരിയൽ എടുക്കുന്ന വില പോലും അവർ പറയുന്നില്ല. അപ്പോൾ കടകളിലൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അറിയുന്നവരും പരിചയക്കാരും ഒക്കെ അങ്ങനെ വാങ്ങിച്ചാണ് എനിക്ക് ബിസിനസ് നടക്കുന്നത്. ഒത്തിരി ഒന്നുമില്ല, എന്നാലും തരക്കേടില്ലാതെ കുഴപ്പമില്ലാതെ പോന്നു. പിന്നെ നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയ്ക്കും വേണ്ടിയിട്ട് പുതിയ ഓരോന്ന് വെറൈറ്റി നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സ് തന്നെ ഞാൻ കടയിൽ ഇതുപോലെ മെറ്റീരിയൽ എടുക്കാൻ പോയ കൂട്ടത്തിൽ ചെറിയ രീതിയിൽ നമ്മളവിടെ കണ്ടപ്പോൾ ഒരു 10 പീസ് ഞാൻ വാങ്ങിയിട്ടുള്ളതിന്. അപ്പോൾ ഞാൻ ഈ ഫ്ലവറിൻ്റെയൊക്കെ നമ്മൾ ക്ലിപ്പ് ഹെയർ ബോയ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെയൊക്കെ നടുക്ക് വെക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഇത് നന്നായിട്ടുണ്ട്. അതുപോലെ നമ്മൾ കാണുമ്പോൾ തന്നെ ഓരോ വെറൈറ്റി കാണുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ എടുത്ത് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ആവശ്യത്തിന് വളരെ കുറച്ച് ചെറിയ രീതിയിൽ നമുക്ക് സെയിലാവുന്നതനുസരിച്ച് പുതിയ മെറ്റീരിയൽ വീണ്ടും എടുത്തിട്ട് ഇറക്കുക. അല്ലാതെ ആദ്യമേ ഒരുപാട് മെറ്റീരിയൽ വാങ്ങിച്ച് കൂട്ടാതിരിക്കുക.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനോട് പറഞ്ഞു ഒരുപാട് സാധനം വാങ്ങിക്കണ്ട, അതുപോലെ തന്നെ കടകളിലൊന്നും ആൾക്കാർ എടുക്കത്തില്ല. പിന്നെ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് പിന്നെ വാട്സപ്പൊക്കെ, ഇൻസ്റ്റാഗ്രാം അതിലും ഇതിലൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ എടുത്തിട്ട് അങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ഇട്ട് നോക്കുക. അതാകുമ്പോൾ അങ്ങനെയൊക്കെ പോവും. കുറച്ചൊക്കെ അറിയുന്നവരൊക്കെ ആകുമ്പോൾ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് പോവും. അപ്പോൾ ഞാനിത് ഒരെണ്ണം ഉണ്ടാക്കിയത് ഹെയർ ബോയിൽ ഒക്കെ എനിക്ക് വെക്കാൻ വേണ്ടി. ഞാൻ ഇത് 10 പീസ് 10 പീസ് വാങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരെണ്ണം ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടാണ് ഇത് ഒരെണ്ണം ചെയ്തത്. ഗോൾഡൻ കളർ വളരെ ഭംഗിയുണ്ട്. അപ്പം ബാലൻസ് എനിക്ക് ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചെയ്തോളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഇതുപോലുള്ള സംശയങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എനിക്ക് പറ്റുന്നതൊക്കെയാണ് മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും വരെ ബായ്.